ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഉഷ രഘുനന്ദനൻ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USS സ്കോളർഷിപ്പിലെ ഫെബ്രുവരി 2025 ചോദിച്ച മാത്സിലെ ചില ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിൽ കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ ദ ഫിഗർ ലൈൻസ് AD and BC ആർ പാരലൽ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ആംഗിൾ ABC? എന്താണ് ചോദ്യം? ഫിഗർ നമുക്ക് ഇവിടെ കാണാണ്ട് അല്ലെ, സ്ക്രീനിൽ കാണാണ്ട്. ഈ ഫിഗറിൽ ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ADC എന്ന് പറഞ്ഞ ആംഗിൾ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. BAC എന്ന് പറഞ്ഞ ആംഗിൾ 50 തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഈ ആംഗിൾ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം 2 പാരലൽ ലൈൻസ് ആണെന്ന് വിചാരിക്കാം. 2 പാരലൽ ലൈൻസിൽ ഒരു ട്രാൻസ്ഫേഴ്സൽ, 2 സമാന്തര രേഖയിൽ ഒരു ട്രാൻസ്ഫേഴ്സൽ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടണ ആംഗിൾ, ഇവിടെ ഈ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിളും, ഇതിന് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഷേപ്പ് ഉള്ളത് അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. Z ഷേപ്പ് നോക്കി നോക്കൂ, ഒരു Z ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ Z നേരെ തിരിച്ച് വരച്ചാലും എന്തായിരിക്കും? സെയിം തന്നെയാണ് വരിക. ഇവിടെ ഷേപ്പ് നോക്കി നോക്കൂ, ഒരു Z പോലെ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ Z പോലെയാണ് അല്ലെ. അപ്പോ ഇവിടെ ഈ കോർണറിൽ വരുന്ന ഈ 2 ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AD എന്ന ലൈനും BC എന്ന ലൈനും സമാന്തര വരകളാണ് അല്ലെ. ഇത് പാരലൽ ആണ് തന്നത്. അപ്പോ ഇത് പാരലൽ ആണെങ്കിൽ ഇവിടെ നോക്കി നോക്കൂ, ഇതൊരു Z ഫോമിലാണല്ലോ. അപ്പൊ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ നമുക്കറിയാലോ, ഈ ഒരു ആംഗിൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അവിടെ 70 ആയതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇത് 70 ആണെങ്കിൽ ഇവിടെയും എന്താണ്? 70 ആണെന്ന് കിട്ടി. അതൊന്ന്. ഇനി പക്ഷെ നമുക്ക് ആ 70 ഡിഗ്രി ആംഗിൾ C അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാം. ആംഗിൾ ABC, ഈ B ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്കറിയാലോ, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി, ഒരു ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോ ആ ആംഗിളിന്റെ 3 ആംഗിളിന്റെ സം ചെയ്താൽ, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 180. അത് ഫിക്സ് ആണ് അല്ലെ, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ആ 3 ആംഗിളിലും 2 ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടി. ഒന്ന് തന്നിട്ടുണ്ട്, 50 ഈസ് ഓൾറെഡി ഗീവൻ, 70 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോ 50 പ്ലസ് 70 120 ഡിഗ്രി ഓൾറെഡി എന്തുണ്ട്? നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 180ന്ന് 120 കുറച്ചാൽ ബാക്കിയുള്ള ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടും. സോ ആംഗിൾ B ഈസ് 60 ഡിഗ്രി. സിമ്പിൾ ആണല്ലോ. അപ്പൊ പഠിച്ചത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഫിഗർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ അറിയണ, നമുക്ക് എങ്ങനെയൊക്കെയാണ് ആംഗിൾസ് കിട്ടുന്ന ആ ആംഗിൾസ് ഒക്കെ ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ ബാക്കിയുള്ളത് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇവിടെ നോക്കി നോക്കൂ. വിച്ച് ഓഫ് ദ പ്രൊഡക്റ്റ് ബിലോ ഈസ് ഈക്വൽ ടു 1.37 ഇൻറ്റു 5.7? ഇതിന്റെ പ്രൊഡക്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. പിന്നെ അത് മാത്രമല്ല, വിച്ച് ഓഫ് ദ പ്രൊഡക്റ്റ് ബിലോ ഈസ് ഈക്വൽ ടു, ഈ പ്രൊഡക്റ്റിന്റെ അതേപോലെ തന്നെ വാല്യൂ വരുന്നത് ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്യണം. പക്ഷെ തൽക്കാലം നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, മറ്റേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ഇനി പോയിന്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പോയിന്റ് ഇല്ലാതെ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. 49 4 25 9 35 3 15 18
6, 9, 10, 18, 7,809 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൊഡക്റ്റ് അതാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഒരേ സംഖ്യയാണ്, നോക്കി നോക്കൂ. പക്ഷേ ഡെസിമൽ പോയിന്റ് എന്താണ് ഡിഫറെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പോയിന്റ് ഇടണം. അപ്പൊ ഇവിടെ പോയിന്റ് നമ്മൾ എങ്ങനെ കൊടുക്കുക? സാധാരണ നമ്മൾ പോയിന്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇത് ഡെസിമൽ പോയിന്റ് കൊടുക്കണം. ഡെസിമൽ പോയിന്റ് നമ്മൾ എങ്ങനെ കൊടുക്കുക? ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 2 സംഖ്യ, ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 1 സംഖ്യ. അപ്പൊ 2 + 1 എത്ര സംഖ്യയാണ്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 3 സംഖ്യ. അപ്പൊ ആ 3 സംഖ്യ നമ്മൾ എങ്ങനെ കൊടുക്കുക? റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൗണ്ട് ചെയ്തിട്ട് 3 സംഖ്യ കൗണ്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 1, 2, 3 കൗണ്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പൊ 7.809 ആണ് എന്ത്? ഇതിന്റെ ഉത്തരം 7.809. ഇനി ചോദ്യം എന്താണ്? 7.809 വരണ ഇവിടെ ഏത് നമ്പേഴ്സ് ആണ് ഇതേ ആൻസർ കിട്ടുന്നത് എന്ന് വെച്ചാൽ എല്ലാം 7.809 ആണ് കിട്ടുക. പക്ഷെ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലെ? അപ്പോ ആൻസർ സെയിം ആവില്ല. അപ്പൊ ഇവിടെ നമുക്ക് എഴുതി നോക്കാം. എല്ലാത്തിന്റെയും എന്താണ് ആൻസർ ഇത് തന്നെ. അപ്പൊ ആദ്യം നമ്മൾ എല്ലാത്തിന്റെയും ആൻസർ ഇവിടെ എഴുതും. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 4 ഡിജിറ്റ് നമ്പർ കൊടുത്തു. ഇനി നമ്മൾ പോയിന്റ് ഇടണം. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇടണമെങ്കിൽ എന്താണ്? 1, 2, 3 പോയിന്റ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് there are 3 digits. അപ്പോ എന്താ നമ്മുടെ റൂള് പറയുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ പോയിന്റ് ഇടും. 1, 2, 3 പോയിന്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. 7.809. അതിന് തന്നെ നമ്മൾ ആൻസർ കിട്ടിയില്ല. ഇതന്നെ സെയിം. ഇതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോ എക്സാമിന് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു തരാം എന്താണ് ഇതൊക്കെ തെറ്റാവാൻ കാരണം എന്ന്. ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ 3 ഡിജിറ്റ് തന്നെയാണ് 1, 2, 3. പക്ഷേ ഈ 0 ഉണ്ടല്ലോ, പോയിന്റ് കഴിഞ്ഞാൽ വരുന്ന ഈ 0 എന്ന് വെച്ചാൽ ലാസ്റ്റിൽ വരുന്ന 0, അതിന് വാല്യൂ അത് നമ്മൾ എഴുതിയാലും 0.57 എഴുതിയാലും 0.570 എഴുതിയാലും ബോത്ത് ആർ സെയിം. അപ്പൊ ഈ 0 നമ്മൾ കൺസിഡർ ചെയ്യില്ല, ആൻസറിൽ നമ്മൾ വരൂല്ല. സോ 1, 2 പോയിന്റ് കഴിഞ്ഞാൽ എത്ര ഡിജിറ്റ് ആണ്? 1, 2 2 ഡിജിറ്റ് ആണ്. അപ്പോ 1, 2 പോയിന്റ് ഇവിടെയാണ് വരിക. അപ്പൊ അതിന്റെ ആൻസർ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 78.09 ആണ്. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കി നോക്കൂ. പോയിന്റ് കഴിഞ്ഞാല് 3 ഡിജിറ്റ്, പോയിന്റ് കഴിഞ്ഞാൽ 2 ഡിജിറ്റ്. അപ്പൊ 3ഉം 2ഉം എത്രയായി? 5 ഡിജിറ്റ്. സോ 1, 2, 3, 4 അഞ്ചാമത്തെ ഇല്ലെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക പോയിന്റ്. അപ്പൊ എത്രയായി? 0.07809. അതാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാൻ പോണ നമ്പർ. അപ്പോ അതും വരില്ല. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ 2 ഡിജിറ്റ്. അപ്പോ റൈറ്റ് സൈഡിൽ നിന്ന് എന്താണ്? 2 എണ്ണം എണ്ണിട്ട് 1, 2 78.09. നമ്മുടെ ചോദ്യം എന്താ? നമ്മുടെ ചോദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടണ ആൻസറിന് തുല്യമായിട്ട് ഇവിടെ ഏത് ഓപ്ഷൻ ആണ്? നമുക്ക് ഓൾറെഡി കിട്ടി എന്താണ്? ഏത് പറഞ്ഞ ഓപ്ഷൻ ആണ് ഇതിന്റെ സെയിം ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്ത് എടുക്കാണ്ട്. 2025 ചോദ്യമാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.